ഹലോ നമസ്കാരം ലിനീസ് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യലായിട്ടുള്ള മധുര പച്ചടിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു പൈനാപ്പിളാണ്. ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതി പോർഷനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുള്ളുഭാഗം മാക്സിമം കളയാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു കട്ടി ഭാഗം അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുള്ള പൈനാപ്പിൾ ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ പീസുകളായിട്ട് വളരെ തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കുനുകുനാന്ന് തന്നെ അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് അരിഞ്ഞ് റെഡിയാക്കിയെടുക്കാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി കാണിക്കുന്നത്. നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് മധുരപ്പച്ചടിയൊക്കെ വളരെ കുറച്ച് മതിയല്ലോ. അപ്പോൾ ഒരു 3-4 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം നമ്മുടെ പൈനാപ്പിൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ പഞ്ചസാര പാനിയിൽ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. പഞ്ചസാര നന്നായിട്ട് മിക്സായി അത് ഒരു പാനി പരുവമാകും. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ച് ഉടച്ചു കൊടുക്കാം. പാനി നന്നായിട്ട് കുറുകി തിളച്ച് വരുന്ന ഒരു ടൈം ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അരപ്പ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുകും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പരുവത്തിലാകേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അരച്ചെടുത്തിട്ട് വരാം. ചട്ടി ചൂടാകാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് 1 ടീസ്പൂണിനോളം കടുക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ മിക്സിയിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന താളിപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് റോസ് മുന്തിരിയാണ്. വളരെ കുറച്ച് മതി, ഒരു 6-7 എണ്ണം മതിയാകും. അത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുത്ത് വയ്ക്കാം. മുന്തിരി ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. ഇത് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അരപ്പെല്ലാം ചേർത്ത് താളിപ്പെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മധുരപ്പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സദ്യ സ്പെഷ്യലാണ്. അപ്പോൾ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.